ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഈ ആവശ്യം ഉന്നയിച്ച സ്റ്റാലിൻ ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. വിധിയുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് വ്യക്തത തേടിയിരുന്നു. ജിഷ്ണു കൃഷ്ണനും ഐസൺ ജോസും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഈ ആഹ്വാനം സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ളൊരു സമയപരിധി നിശ്ചയിക്കുക, ഈ വിഷയത്തിലാണല്ലോ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചില കാര്യങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ടത്. എന്താണതിൽ എം.കെ. സ്റ്റാലിൻ മറ്റ് ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെടുന്നത്? വീണ, ഈ വിഷയത്തിൽ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരുമിച്ച് നീങ്ങണം എന്ന ആഹ്വാനമാണ്, ഒരുമിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രപതിയെ എതിർക്കണമെന്ന ആഹ്വാനമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത്. ഇതിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് തമിഴ്നാട് ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഹർജി പരിഗണിച്ചുകൊണ്ട് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ വിഷയത്തിലാണ് ഭരണഘടനയുടെ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 14 ചോദ്യങ്ങളും റഫറൻസുകളും ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു തേടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും നിർണായകം, രാഷ്ട്രപതിക്കും ഗവർണർക്കും ഭരണഘടന നിശ്ചയിക്കാത്ത സമയപരിധി കോടതി വിധിയിലൂടെ സാധ്യമാകുമോ എന്ന നിർണായകമായ ചോദ്യം ഉൾപ്പെടെ 14 വിഷയങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ വിഷയത്തിൽ കോടതിക്ക് മുൻപിൽ ചോദിച്ചിട്ടുള്ളത്. കൂടാതെ ഗവർണറുടെ അനുമതിയില്ലാതെ നിയമസഭയ്ക്ക് ബില്ലുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യവും രാഷ്ട്രപതി ഉന്നയിച്ചിരുന്നു. അത്തരത്തിലൊരു ഇടപെടൽ ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതിയെ എതിർക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് ആഹ്വാനം നടത്തുകയും രാഷ്ട്രപതിക്കെതിരെ കോടതിയിൽ ഒരു ഐക്യ മുന്നണി എന്ന രീതിയിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഉന്നയിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളം കൂടാതെ കർണാടക, തെലങ്കാന, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ജമ്മു കശ്മീർ തുടങ്ങി 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതായത് ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാർക്ക് സ്റ്റാലിൻ കത്തയക്കുകയും അവരോട് ഒരുമിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രപതിയെ എതിർക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ആ കത്തിൽ സ്റ്റാലിൻ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവഹണത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താൻ കോടതി വിധികളിലൂടെ സാധിക്കുമെന്ന നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ വിഘടനവാദപരമായിട്ടുള്ള പരാമർശവും ഈ കത്തിൽ സ്റ്റാലിൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെയും സമാനമായ നീക്കങ്ങൾ, അതായത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെ പോരാടുന്നു എന്നതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഭാരതം എന്നുള്ളതൊരു രാജ്യം എന്നതിനപ്പുറത്തേക്ക് ചില പ്രദേശങ്ങളാണ്, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിഘടനവാദം, അതിനുമപ്പുറത്തേക്ക് അനാവശ്യമായിട്ടുള്ള പ്രാദേശികവാദം, തമിഴ് വാദവും ഉന്നയിച്ചുകൊണ്ട് നേരത്തെയും വിവാദങ്ങൾ ഉണ്ടാക്കാനും ഇത്തരത്തിൽ തമിഴ് വാദം അനാവശ്യമായി ഉന്നയിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി വിജയിച്ചു നിൽക്കാനുള്ള ശ്രമവുമെല്ലാം സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ഈ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകളിൽ സമയപരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതി വിധിയും അതിൽ രാഷ്ട്രപതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടും സമാനമായിട്ടുള്ള ഒരു ആഹ്വാനവും പ്രഖ്യാപനവും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സ്റ്റാലിൻ്റെ ആവശ്യത്തോട് മറ്റു മുഖ്യമന്ത്രിമാർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതും നിർണായകമായിരിക്കും. കാരണം മുൻപ് ഇത്തരം നീക്കങ്ങളോട് കേരളവും തമിഴ്നാടും ഉൾപ്പെടെ നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങളോട് മറ്റ് സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാരും വലിയ ആഭിമുഖ്യം കാണിക്കുകയും പിന്തുണ നൽകുകയും വേദികൾ പങ്കിടുകയും ചെയ്തിരുന്നുവെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് സ്റ്റാലിൻ നടത്തിയിട്ടുള്ള ഇത്തരത്തിൽ ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാരുടെ കൂട്ടായ്മകളിൽ നിന്നും മമത ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാർ വിട്ടുനിന്നിരുന്നു. അതുകൊണ്ട് രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരുമിച്ച് നീക്കണം എന്ന ആഹ്വാനത്തോട് ബി.ജെ.പി. ഇതര മുഖ്യമന്ത്രിമാർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നോക്കിക്കാണണം. ഒപ്പം എത്രത്തോളം സാധുതകൾ, നിയമ സാധുതകൾ ഈ വിഷയത്തിൽ തുടർന്നുണ്ടാകും എന്നാണ് പരിശോധിക്കേണ്ടത്. കാരണം രാഷ്ട്രപതി ഉന്നയിച്ച നിർണായകമായ ചോദ്യം, മറ്റെല്ലാ ചോദ്യങ്ങളും മാറ്റി നിർത്തുമ്പോൾ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഭരണഘടന നിശ്ചയിക്കാത്തൊരു സമയപരിധി കോടതി വിധിയിലൂടെ സാധ്യമാകുമോ എന്ന നിർണായകമായ ചോദ്യം രാഷ്ട്രപതി കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ ബാക്കി ഗവർണർ എത്രത്തോളം പരിശോധന നടത്തണം, അതിൻ്റെ സമയപരിധി എത്രത്തോളമാണ് എന്നതൊക്കെ ചർച്ചാ വിഷയമാണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ രാഷ്ട്രപതി ഉന്നയിച്ച ചോദ്യം എന്നുള്ളത് ഭരണഘടന നിശ്ചയിക്കാത്തൊരു സമയപരിധി കൊണ്ടുവരാൻ കോടതി വിധിയിലൂടെ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും മേൽ സമയപരിധി നിശ്ചയിക്കാൻ കോടതി വിധിയിലൂടെ സാധ്യമാകുമോ എന്നുള്ളതാണ് ഗവർണർ ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ നിയമപരമായി പ്രതികരിക്കുന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ രാഷ്ട്രപതി എന്നുള്ളത് രാജ്യത്തിൻ്റെ പ്രഥമ സ്ഥാനം
പ്രഥമ വനിത എന്നുള്ള രീതിയിൽ പ്രഥമ പൗരൻ എന്നുള്ള രീതിയിൽ അലങ്കരിക്കുകയും ഭരണഘടനാ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഇടപെടൽ നടത്തുകയുമാണ് രാഷ്ട്രപതി ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു ഇടപെടൽ രാഷ്ട്രപതി നടത്തിയപ്പോൾ അതിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ഒറ്റക്കെട്ടായി രാഷ്ട്രപതിയെ എതിർക്കണം, സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണങ്ങളിൽ കോടതി വിധിയിലൂടെ ചില നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് കൊണ്ടുവരാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളുമായിട്ടാണ് ഇത്തരത്തിലൊരു കത്ത് സ്റ്റാലിൻ നൽകിയിട്ടുള്ളത്. ഏതായാലും അതിനോട് മറ്റ് BJP ഇതര മുഖ്യമന്ത്രിമാർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നോക്കിക്കാണണം. ഒപ്പം സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഏത് രീതിയിലുള്ള നിരീക്ഷണവും നിയമ നടപടി ഉണ്ടാകും എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാകും. വീണ.